യുദ്ധം കാരണം ഇവിടെ ഒരു ബിസിനസ്സും വീക്ക് ആവുന്നില്ല. എക്സ്പാൻഷൻ ഗ്രോത്ത് ഇത് മാത്രമേ സെയിൽസ് എക്സ്പാൻഷൻ ഇഷ്ടം പോലെ നടക്കുന്നു. എന്നും ഹയറിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ യുദ്ധം വന്നതിന് ശേഷം ഇത് ഏതൊക്കെ മേഖലകളെയാണ് ബാധിച്ചിരിക്കുന്നത്? ഒന്ന്, ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഷിപ്മെന്റിലാണ്. ഈ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഹോർമൂസ് കടലിടുക്ക് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്പേസിൽ കൂടിയാണ് ഈ പറയുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എണ്ണയും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഒക്കെ ഭയങ്കര ട്രേഡിങ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്കിന് അതുവഴിയുള്ള കപ്പൽ ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹൈ റിസ്ക് ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ പറഞ്ഞ ഹോർമസ് ഏരിയയും അതുപോലെ തന്നെ എൻറ്റയർ മിഡിൽ ഈസ്റ്റും. എൻറ്റയർ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഒരു ഹൈലി ഒരു എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇതിനെ ഇൻഷുറൻസ് കമ്പനികൾ കണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ അതുകൊണ്ട് തന്നെ ഈ പോകുന്ന ഓരോ കപ്പലിനും, ഈ പോകുന്ന ഓരോ എയർലൈൻസിനും അവര് നേരത്തെ ചാർജ് ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇപ്പോ ഇൻഷുറൻസ് ചാർജ് ചെയ്യുന്നത് എന്നറിയോ? ഇത് ആ കപ്പലിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ വരുന്ന ഓരോ സാധനത്തിനും അത്രയും വില കൂടുകയാണ്. ഇനി ഇത് നേരിട്ട് ആ റൂട്ടിലല്ല വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത് പല റൂട്ടിൽ സഞ്ചരിച്ചിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഷിപ്പ് ആയിക്കോട്ടെ. ആ റൂട്ട് മാറി സഞ്ചരിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന എക്സ്പെൻസ്, അതിന്റെ മെയിൻ്റനൻസ്, ഈവൻ അതിന് ഒരു എയർ ഹോസ്റ്റസിന്റെ അല്ലെങ്കിൽ പൈലറ്റിന്റെ ടൈം, അവർ വർക്ക് ചെയ്യുന്ന സമയം കൂടുകയാണ്, ഇതിന്റെ റൂട്ട് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ചാർജ് നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത, പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും ആയിക്കൊണ്ടിരിക്കുക. കാരണം ലോങ്ങർ റൂട്ട് ആകുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് കൂടും, ഫ്യൂവലിന്റെ കോസ്റ്റ് കൂടും, ഈ ക്രൂവിന്റെ മണിക്കൂറുകൾ അവർ വർക്ക് ചെയ്യുന്ന അവേഴ്സ് കൂടും. ഇനി ഓരോ ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ പാർക്കിംഗ് ഫീസ് കൂടും. ഇനി ഈ ഷിപ്പുകളും എയർലൈൻസുകളും പലതും ലീസ് ഔട്ട് ചെയ്തിരിക്കുന്നത്, നേരിട്ട് കമ്പനിയുടേതല്ല, ലീസിനെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന, ഈവൻ ഇത് പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ലീസ് കൊടുത്തോണ്ടിരിക്കണം. ഇതൊക്കെ പിന്നീടുള്ള ഷിപ്മെന്റിൽ, പിന്നീടുള്ള കാര്യങ്ങളിലാണ് ആഡ് ഓൺ ചെയ്യുന്നത്. അതുകൂടാതെ ഈ ലഭ്യത കുറഞ്ഞപ്പോഴത്തേക്കിന് എനർജി കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി. അതുകൊണ്ട് തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് റീറ്റെയിലേഴ്സിനെയും മാനുഫാക്ചറേഴ്സിനെയുമാണ്. കാരണം ഇവിടേക്ക് മെറ്റീരിയൽസ് എത്തുന്നില്ല, ഇവിടേക്ക് സാധനങ്ങൾ ഒന്നും എത്തുന്നില്ല, റോ മെറ്റീരിയൽസ് നേരിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. എത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഭയങ്കരമായ കോസ്റ്റ് കൂടിയാണ് എത്തുന്നത്. സോ ഇൻവെന്ററി ഷോർട്ടേജ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടോ ഇന്ത്യയിലേക്കോ ഒന്നും അയക്കാൻ പറ്റാതെ പല ഷിപ്മെന്റും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ വഴിമധ്യേ എവിടെയോ സ്റ്റക്കായിരിക്കുന്നു. ഇത് ഇപ്പോ ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിന്റെ ഇമ്പാക്റ്റ് വലുതായിട്ടൊന്നും ഇപ്പോഴും മാർക്കറ്റിലോ ഈവൻ നാട്ടിലോ അറിഞ്ഞിട്ടില്ല. കാരണം ഫെബ്രുവരി 28-നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ എല്ലാവർക്കും സാലറി ഒക്കെ കിട്ടി, എല്ലാവരുടെയും ബിസിനസ്സിൽ കിട്ടേണ്ട പൈസയൊക്കെ കിട്ടി. ഇതിന്റെ ഇമ്പാക്റ്റ് അറിയാൻ പോകുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ. പല കമ്പനികൾക്കും ശമ്പളം കൊടുക്കാൻ പറ്റാതെയാകും. പല കമ്പനികൾക്കും മാർച്ചിൽ കിട്ടേണ്ട പേയ്മെന്റുകൾ കിട്ടാതെയായി. അതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കാനുള്ളവർക്കെല്ലാം ഈ ക്യാഷിന്റെ ഫ്ലോ കംപ്ലീറ്റ്ലി നിൽക്കും. ഇവിടുത്തെ ക്യാഷിന്റെ ഫ്ലോ നിന്നാൽ അത് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ യുദ്ധം ഉണ്ടല്ലോ, അതിന്റെ പിന്നാലെ ഈ പത്രക്കാരും രാഷ്ട്രീയക്കാരും ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാ ഇതൊന്നും നമ്മൾ അറിയാത്ത. 9-ാം തീയതി ഒന്ന് കഴിയട്ടെ, ഏപ്രിൽ 9-ന് അവരുടെ യുദ്ധം തീരും. എന്നിട്ട് റിയാലിറ്റിയിലേക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം നിങ്ങളറിയും, കേരളത്തിലിരിക്കുന്നവരറിയും, ഇന്ത്യയിലുള്ളവരറിയും എന്താണ് ഇതിന്റെ ഇമ്പാക്റ്റ് അവിടെ വരാൻ പോകുന്നത്. ചെറുതല്ല.
ചെറുതല്ല ഇവിടെ നിന്നുള്ള ഒഴുക്ക്, അങ്ങോട്ടേക്കുള്ള പണത്തിന്റെ ഒഴുക്ക്, ഇതെല്ലാം നിൽക്കും. എൻറ്റയർ കൺസ്ട്രക്ഷൻ ഏരിയയെ ഇത് ബാധിക്കും. എൻറ്റയർ ടൂറിസത്തെ ഇത് ബാധിക്കും. എൻറ്റയർ ക്യാഷ് ഫ്ലോയെ ഇത് ബാധിക്കും. എല്ലാ ബിസിനസ്സിനെയും ഇത് ബാധിക്കും. എല്ലാ കസ്റ്റമേഴ്സിനെയും ഇത് ബാധിക്കും. എല്ലാ മനുഷ്യരെയും ഇത് ബാധിക്കും. മനസ്സിലാക്കുക, യുദ്ധം കാരണം ഇവിടെ ഒരു ബിസിനസ്സും വീക്ക് ആവുന്നില്ല. ഒരു ബിസിനസ്സും യുദ്ധം കാരണം വീക്ക് ആവുന്നില്ല. യുദ്ധം വന്നപ്പോ ഏതൊക്കെ ബിസിനസ് ആണോ വീക്ക്, അത് റിവീൽ ചെയ്യപ്പെടുകയാണ്. ഏതൊക്കെ ബിസിനസ് ആണോ വീക്കായിട്ടുള്ളത് അത് പുറത്തേക്ക് വരികയാണ്. ഈ യുദ്ധം വന്നപ്പോ, ക്രൈസിസ് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. കാരണം കാര്യങ്ങളൊക്കെ സ്റ്റഡിയായി പോകുമ്പോൾ, കാര്യങ്ങളൊക്കെ വളരെ പീസ്ഫുൾ ആയി പോകുന്ന സമയത്ത് ഏതൊരു ആവറേജ് ബിസിനസ്സുകാരനും സർവൈവ് ചെയ്യാം. കാരണം എന്താ, കാശ് ഇഷ്ടം പോലെ വരുന്നു, എല്ലാം പോകുന്നു, മാർക്കറ്റിൽ കാശുണ്ട്, എല്ലാ രീതിയിലും ഇൻഡസ്ട്രി നന്നായി പോകുന്ന സമയത്ത് ഏതൊരാൾക്കും ബിസിനസ്സുകാരനാകാം. പക്ഷേ ഡ്യൂറിങ് ക്രൈസിസ് ലീഡേഴ്സിന് മാത്രമേ, അവർ നയിക്കുന്ന ബിസിനസ്സിനെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ.